2026 ലോകകപ്പിൽ തങ്ങളുടെ മാസ്മരിക പ്രകടനം വീണ്ടും ഫുട്ബോൾ ലോകത്തിന്റെ ഹൃദയം കവർന്നിരിക്കുകയാണ് ജപ്പാൻ. കരുത്തരായ ബ്രസീലിനെതിരെ റൗണ്ട് ഓഫ് 32-ൽ പൊരുതി വീണെങ്കിലും അവർ ടൂർണമെന്റിൽ ഉടനീളം കാഴ്ചവെച്ച കളിമികവ് ആരാധകരുടെ മനസ്സിൽ എന്നും നിലനിൽക്കും, ഒരു സംശയവും വേണ്ട. Sano driving them forward. Still Sano! ചില തോൽവികൾക്ക് വിജയത്തേക്കാൾ മാധുര്യമുണ്ടാകും. തോൽവിയോടെ കളം വിടുമ്പോഴും വലിയ കയ്യടികൾ നേടി ഹൃദയം കീഴടക്കുകയാണ് ജപ്പാൻ. ഫിഫ ലോകകപ്പിലെ പോരാട്ടത്തിലൂടെ ബ്ലൂ സാമുറായികൾ ഫുട്ബോൾ ലോകത്തിന് സമ്മാനിക്കുന്നതും ഇതേ അനുഭൂതിയാണ്. കളി തുടങ്ങുമ്പോൾ ഭൂരിഭാഗം പേരും കാനറിപ്പടയുടെ ഏകപക്ഷീയമായ വിജയം പ്രവചിച്ചു. എന്നാൽ ഹ്യൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ കണ്ടത് മറ്റൊന്നായിരുന്നു. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെതിരെ ജപ്പാൻ കാഴ്ചവെച്ച മത്സരം ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും ആവേശം നിറഞ്ഞ ഒന്നായിരുന്നു. വിഖ്യാത കോച്ച് അൻസലോട്ടിയുടെ തന്ത്രങ്ങളുമായി എത്തിയ ബ്രസീലിനെ തുടക്കം മുതൽ തന്നെ ജപ്പാൻ പ്രതിരോധത്തിലാക്കി. കളിയുടെ 29-ാം മിനിറ്റിൽ മുന്നിലെത്തിയ ജപ്പാൻ 2022-ലെ അവരുടെ പോരാട്ട വീര്യം ആവർത്തിക്കുമോ എന്നും പ്രതീക്ഷ നൽകി. തോൽവിയോടെ അമേരിക്ക വിടുമ്പോഴും ജപ്പാന്റെ പോരാട്ട വീര്യം ഫുട്ബോൾ ഉള്ള കാലത്തോളം എന്നും നിലനിൽക്കും. ജപ്പാന്റെ പോരാട്ട വീര്യത്തിൽ എടുത്തു പറയേണ്ട ഒരാളാണ് അവരുടെ കോച്ച് ഹാജിമോ മോറിയാസുവിനെ. ഇന്ന് ജപ്പാൻ ലോക ഫുട്ബോളിൽ ചർച്ചാ വിഷയമാകുമ്പോൾ അതിന് അവരെ പ്രാപ്തമാക്കിയത് അദ്ദേഹമാണ്. ബ്രസീലിയൻ ആക്രമണങ്ങളെ നെഞ്ചുവിരിച്ചു നേരിട്ട ഗോൾ കീപ്പർ സിയോൺ സുസുക്കിയും ലോകകപ്പിൽ മികച്ച നിമിഷങ്ങൾ സമ്മാനിച്ചാണ് മടങ്ങുന്നത്. സ്കോർ ബോർഡിൽ ജപ്പാൻ പരാജയപ്പെട്ടിരിക്കാം, എങ്കിലും ആ പരാജയം അവരെ ചെറുതാക്കില്ല. മറിച്ച് കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകരുടെ ഹൃദയം കീഴടക്കിയാണ് ജപ്പാൻ അമേരിക്കയിൽ നിന്ന് മടങ്ങുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക്, കൈരളി ന്യൂസ്.